Hi dear friends, welcome to ShaibiSpecials. നമുക്കിന്ന് നല്ലൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം. നമുക്കാദ്യം അച്ചാർ ഇടാനുള്ള മാങ്ങ എടുത്ത് അതിന്റെ ഞെട്ടിന്റെ ഭാഗം മുറിച്ച് കളയാം. മാങ്ങയുടെ ചൊനയൊക്കെ പോട്ടെ. എന്നിട്ട് കഴുകി എടുത്തു കൊണ്ടുവരാം. ഇത് പുളി കുറവുള്ള ഒരിനം മാങ്ങയാണ്. നല്ല വലിപ്പമുണ്ട്. 3 എണ്ണം കൂടി കൂടിയിട്ട് 1 കിലോയോളം തൂക്കം വരും. കഴുകി കൊണ്ടുവന്ന മാങ്ങ നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ പിടിച്ച് അരിയാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നീളത്തിന് പൂളിപ്പൂളി എടുത്താൽ മതി. മുഴുവൻ മാങ്ങയും പൂളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മാങ്ങ അരിയുമ്പോൾ ഒരുപാട് കട്ടിയിലും തീരെ കനം കുറച്ചും അരിയണ്ട. ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. മാങ്ങ മുഴുവനും അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത ശേഷം ഉപ്പെല്ലാം മാങ്ങയിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഉപ്പൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ട് മാങ്ങയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത്. ഒരു 3 മണിക്കൂർ നമുക്കിത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് അച്ചാറിടുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഉപ്പ് തിരുമിയ ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഉടനെ വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം. ഈ മാങ്ങ അരിഞ്ഞു വെച്ച അന്ന് തന്നെ നമുക്ക് അച്ചാറിടാൻ സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ദിവസം അച്ചാറിട്ടാലും മതി. ഇനി ഉപ്പ് തിരുമ്മി വെച്ചതുകൊണ്ട് മാങ്ങയ്ക്ക് ഒരു കേട് സംഭവിക്കത്തില്ല. ഇനി നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാറിടുന്നതെങ്കിൽ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. എന്നിട്ടെടുത്ത് അച്ചാറിടാം. അരിഞ്ഞു വെച്ച അന്ന് അച്ചാറിടാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അച്ചാറിടുന്നത്. മാങ്ങയൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. അതേ ടെക്സ്ചറിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ പാത്രം ഒന്ന് ചെരിച്ചു പിടിച്ച് നോക്കാം. കണ്ടോ, മാങ്ങയുടെ വെള്ളമെല്ലാം ഇറങ്ങി വന്നത് കാണാം. ഈ മാങ്ങയ്ക്ക് വെള്ളം കുറവാണ്. ചിലയിനം മാങ്ങയ്ക്കാണെങ്കിൽ കുറച്ചധികം വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അച്ചാറിന് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്കിനി അച്ചാറിലേക്ക് ചേർക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുക്കാം. 1 പിടി വെളുത്തുള്ളിയും 1 ഇടത്തരം വലിപ്പമുള്ള കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും എടുക്കാം. ഇവയെല്ലാം കഴുകി അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. നമുക്കിനി അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാത്രം ചൂടാകാൻ വയ്ക്കാം. പാത്രം ചൂടായി വരുമ്പോൾ 200 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുവാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ നിറയെ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് മൂത്ത് വരണം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. 2-3 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരാനാണ് ഇച്ചിരി സമയം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. ഒരുപാട് മൂത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. ഈ സമയം നമുക്ക് വേണമെങ്കിൽ 1 നുള്ള ഉപ്പും അച്ചാറിലേക്ക് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
പെട്ടെന്ന് മൂത്ത് വരണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും കൊഴുപ്പും കിട്ടാനാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് നമുക്ക് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാർ പൊടിക്ക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടി കൂടെ ചേർക്കേണ്ട. കൂടാതെ നമ്മൾ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഒട്ടും തന്നെ എരിവുള്ള മുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അച്ചാർ പൊടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഗുണവും മണവുമുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ അച്ചാർ പൊടി ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പൊടികളുടെ പച്ചപ്പ് മാറുന്നതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ നീരും മാങ്ങയും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ചേർത്തിളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങ ഒട്ടും തന്നെ വെന്തു പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ അച്ചാർ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം അല്പം നീട്ടി കൊടുക്കാം, കാരണം ഇത് തണുത്ത് വരുമ്പോൾ വീണ്ടും കുറുകി വരും. കുറുകിയ കൺസിസ്റ്റൻസിയിലുള്ള അച്ചാറാണ് ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ഉപ്പ് പാകത്തിനായിരുന്നു, അതുകൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത അച്ചാർ പൊടിക്ക് കായത്തിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് കൂടാതെ കായപ്പൊടി വേറെ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രുചികരമായ മാങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം നമുക്ക് എയർ ടൈറ്റായ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. അച്ചാർ കുറച്ച് അധികം ഉള്ളതുകൊണ്ടും നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നത് കൊണ്ടും 2-3 ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓരോ ബോട്ടിലും തീർന്ന ശേഷം അടുത്ത ബോട്ടിൽ എടുത്താൽ മതി. അതാണ് നമുക്ക് കൂടുതൽ എളുപ്പം. മാങ്ങാച്ചാർ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് കഴിച്ചു. ബാക്കിയുള്ളത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ് ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാം. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കാം. നമ്മളെടുക്കുന്ന ബോട്ടിലിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. ഏറ്റവും നല്ലത് സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയെടുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ്. അച്ചാർ നമ്മൾ ബോട്ടിൽ നിറയെ കുത്തി നിറച്ച് വെക്കുന്നില്ല. ഒരു സ്പൂൺ ഇടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും എടുക്കാനുള്ളൊരു അച്ചാർ ബോട്ടിലാണിത്, അതുകൊണ്ടാണ്. ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന അച്ചാറല്ല ഇത്. അങ്ങനെയുള്ള അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് കേടൊന്നുമില്ലാതെ ഉപയോഗിക്കാം. നമ്മൾ ബോട്ടിലാക്കിയ ശേഷം അല്പം നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുത്ത ശേഷം ഒഴിക്കുവാണെങ്കിൽ ഒട്ടും പൂപ്പല് കയറാതിരുന്നോളും. ഈ അച്ചാറൊക്കെ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മടിക്കരുത്. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള ഈസി, ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഒപ്പം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, യൂസ്ഫുള്ളായ മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ. താങ്ക് യു.